മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിന്റെ കേരള സന്ദർശനം തുടരുന്നു. ഇന്ന് രാവിലെ 300ഓളം കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടിയിൽ കമ്മീഷണർ പങ്കെടുക്കും. എ ടി അശ്വതിയുണ്ട് വിവരങ്ങളുമായി. അശ്വതി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവുമൊക്കെ. ഇന്ന് എന്തൊക്കെയാണ് പ്രത്യേക പരിപാടികളുള്ളത്? 3 ദിവസത്തെ സന്ദർശനമാണ്. നാളെയാണ് അത് അവസാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സന്ദർശനം തുടരുകയാണ്. ഇപ്പോൾ ഗോശ്രീ പാലത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇവിടെ 300ഓളം വിദ്യാർത്ഥികളുമായിട്ട് അദ്ദേഹം സംവദിക്കും. അവരുടെ ഒപ്പം ഒരു പ്രഭാതം നടത്തും. ഒപ്പം തന്നെ ഈ സ്വീപ്പ് പരിപാടിയുടെ ഭാഗമായിട്ടാണ്, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടിയായിട്ടുള്ള സ്വീപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ്. ഇതിൽ ഏറ്റവും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ജെൻസി കുട്ടികളാണ് അദ്ദേഹത്തോട് സംവദിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ പുതു വോട്ടർമാരാണ്. ഒരു ബോധവൽക്കരണ പരിപാടിയാണ് അടിസ്ഥാനപരമായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ഏറെ നേരമായി അദ്ദേഹം ഈ ഗോശ്രീ പാലത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം ജില്ലാ കളക്ടറായിട്ടുള്ള ഇടമാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം പോയത് ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ നിർമ്മാണം, അത് പുനർനിർമ്മിക്കുന്നതും മറ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സംഭാവനയുണ്ടായിരുന്നു. അദ്ദേഹം അവിടേക്കാണ് ആദ്യം പോയത്. പിന്നീട് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയും ഒക്കെ ചെയ്തു. ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുമൊക്കെയായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും പഴയ ഓർമ്മകൾ അയവിറക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രതികരണത്തിൽ തന്നെ നേരത്തെ ജില്ലാ കളക്ടറായിരുന്ന സമയത്തുണ്ടായിരുന്ന നിരവധി കാര്യങ്ങൾ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്, വീണ്ടും ആ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് എന്നുള്ള പ്രതികരണമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. ഇന്ന് ഈ ഗോശ്രീ പാലത്തിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം നേരെ പോകുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇന്ന് വൈകുന്നേരവും അദ്ദേഹം കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തുന്നതായിരിക്കും. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം 7:15 മുതൽ 8 മണി വരെ മ്യൂസിക്കൽ വാക്ക്വേ, ഒപ്പം തന്നെ ചീനവല പാലം, ചിൽഡ്രൻസ് പാർക്ക് എന്നിവിടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഈ ഗോശ്രീ പാലം മുഴുവൻ നടന്ന് അദ്ദേഹം ഇവിടേക്ക് വരികയാണ്. ഇനി ഇവിടെ കുട്ടികളുമായിട്ട് ചെറിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ ഈ രാവിലത്തെ ഈ പരിപാടി അവസാനിപ്പിച്ച് അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളുമായിട്ട് ഉള്ള ചർച്ചയാണ് ഉള്ളത്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം വെച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. അത് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഈ പരിപാടി അതിൻ്റെ സമാപ്തിയിലേക്ക് വരികയാണ്. തീർച്ചയായും നാളത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. എന്തായാലും ഗോശ്രീ പാലത്തിലൂടെ അദ്ദേഹം ഒരു പ്രഭാത നടത്തത്തിലാണ്. ഒപ്പം കുട്ടികളുമായി പിന്നീട് അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. എ ടി അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.